എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-2025 നടക്കുന്ന 10th പ്രിലിംസിന്റെ ഡേ 7 വർക്കൗട്ട് ചലഞ്ചിലേക്ക് നമ്മൾ കിടക്കാണ്. പിന്നെ ഏഴാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാച്ചുറൽ സയൻസ് ആണ്. അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കല്ലേ? നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ്? സാംക്രമിക രോഗം എന്ന് വെച്ചാൽ പകരുന്ന രോഗം. ഓപ്ഷൻസ് വായിക്കുന്നില്ല. നമുക്കറിയാം, ക്യാൻസർ പകരുന്നതാണോ? അല്ല. ഹൃദയാഘാതം പകരുന്നതാണോ? അല്ല. പൊണ്ണത്തടി പകരുന്നതാണോ? അല്ല. അപ്പൊ ഇതിനകത്ത് സാംക്രമിക രോഗം ഏതാണ്? ഓപ്ഷൻ ബി ക്ഷയരോഗമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ക്ഷയരോഗമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ്, അല്ലെ? അപ്പൊ എന്താണ് സാംക്രമിക രോഗം എന്ന് പറയുന്നത്? രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. സാംക്രമിക രോഗം എന്താണെന്ന് ക്ലിയർ ആയി. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. അപ്പോൾ എന്താണ് മഹാമാരികൾ അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ COVID-19 നമ്മൾ അതിജീവിച്ച ഒരു പാൻഡമിക് ഡിസീസ് ആണ്, അല്ലെങ്കിൽ ഒരു മഹാമാരിയാണ്, അല്ലെ? പകർച്ചവ്യാധികൾ മറ്റു ഭാഗങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ അത് ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികൾ ഏതൊക്കെയാണ്? വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 എന്നിവയെല്ലാം പാൻഡമിക് ഡിസീസ് അല്ലെങ്കിൽ മഹാമാരികളാണ് എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ ക്ഷയരോഗത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ക്ഷയരോഗം ഒരു സാംക്രമിക രോഗമാണെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു പോയിക്കോളാം കേട്ടോ. അപ്പം ക്ഷയരോഗം, രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ്. നമുക്കറിയാം, വായുവിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ്, അല്ലെ? ഒരു ബാക്ടീരിയൽ രോഗമാണ് ഏത്? ക്ഷയരോഗം എന്ന് പറയുന്നത്. വായുവിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ് ക്ഷയരോഗം. അപ്പൊ ക്ഷയരോഗത്തിന്റെ രോഗകാരി ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ഇതിന്റെ രോഗകാരി. ഇതിന്റെ മുഖ്യ ലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ എന്നിവയെല്ലാം ഇതിന്റെ ഉദാഹരണം അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളാണ്. അടുത്ത രോഗപകർച്ച. ഇതെങ്ങനെയാണ് പകരുന്നത്? നമുക്കറിയാം, വായുവിലൂടെയുള്ള രോഗങ്ങൾ എങ്ങനെയാണ്? മിക്കവാറും രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിച്ചാണ് രോഗപകർച്ച ഉണ്ടാകുന്നത്. ഇനി ഇതിനകത്ത് രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ക്ഷയരോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. എന്നാൽ ശ്വാസകോശത്തെ മാത്രമല്ല, വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോർ എന്നിവയും ഈ രോഗം ബാധിക്കാറുണ്ട്. മെയിനായിട്ട് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഇനി ഇതിന്റെ ചികിത്സ എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന രോഗകാരി ഉണ്ടാക്കുന്ന ക്ഷയരോഗത്തിന്റെ ചികിത്സ എന്താണ്? ആന്റിബയോട്ടിക്കുകൾ നൽകുക. സ്ട്രെപ്റ്റോമൈസിൻ എന്നൊക്കെ പറയുന്ന ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ആന്റിബയോട്ടിക്കുകൾ നൽകുക എന്നതാണ് ഇതിന്റെ ചികിത്സ. അതേപോലെ ഇതിന്റെ വാക്സിൻ എന്താണ്? എല്ലാവർക്കും അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. BCG വാക്സിൻ, അല്ലെ? നവജാത ശിശുക്കൾക്ക് ജനിച്ചുടൻ നൽകുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ. അപ്പം BCG വാക്സിൻ എന്തിനെതിരെ ഉള്ളതാണ്? ക്ഷയരോഗത്തിനെതിരെ ഉള്ളതാണ്. അതേപോലെ തന്നെ ഡോട്ട്സ് എന്ന ചികിത്സയും എന്തിനുള്ളതാണ്? ഡോട്ട്സ് എന്ന ചികിത്സയും ഉള്ളത് ക്ഷയരോഗത്തിനെതിരായിട്ടുള്ള ചികിത്സയാണ് കേട്ടോ, ഡോട്ട്സ് ചികിത്സ. അങ്ങനെയെങ്കിൽ ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് ആര്? റോബർട്ട് കോച്ച് ആണ്. ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോച്ച് ആണ്. ഏത് വർഷമാണ്? 1882 മാർച്ച് 24-നാണ്. 1882 മാർച്ച് 24-ന് റോബർട്ട് കോച്ച് ആണ് ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത്. ഇതേപോലെ രോഗം ബാധിക്കുന്ന ശരീരഭാഗം നമ്മൾ പറഞ്ഞു. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതി പറഞ്ഞു. ഏതാണ്? ഡോട്ട്സ്, മൾട്ടി ഡ്രഗ്സ് തെറാപ്പി. അതിന്റെ കൂടെ BCG ഓർത്തിരിക്കുക. കൂടാതെ സ്ട്രെപ്റ്റോമൈസിൻ ആന്റിബയോട്ടിക്കും ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. 1 ക്ഷയം, 2 ടൈഫോയിഡ്, 3 ചിക്കൻ പോക്സ്, 4 എലിപ്പനി. ഇതിൽ ഏതാണ് വായുവിലൂടെ പകരുന്ന രോഗം? നമുക്ക് ഉറപ്പാണ് ഒന്നാമത്തെ ക്ഷയരോഗം. നമ്മൾ പറഞ്ഞു വായുവിലൂടെ പകരുന്ന ബാക്ടീരിയൽ രോഗമാണ് ക്ഷയരോഗം. 2 ടൈഫോയിഡ് വായുവിലൂടെയാണോ? അല്ല.
ചിക്കൻ പോക്സ് എങ്ങനെയാണ്? വായുവിലൂടെ പകരുന്ന രോഗമാണ് അല്ലെ? എലിപ്പനി വായുവിലൂടെയാണോ? അല്ല, ജലത്തിലൂടെയാണ്. അപ്പൊ ഈ വായുവിലൂടെ പകരുന്ന രോഗം ഏതൊക്കെയാണ്? ക്ഷയരോഗവും ചിക്കൻ പോക്സുമാണ് വായുവിലൂടെ പകരുന്ന രോഗം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി 1, 3 ശരിയായിട്ടുള്ള ഉത്തരം. 2023 ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ തന്നെ. ഓക്കെ, അപ്പൊ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഓർത്തിരുന്നോണം. ക്ഷയം, ഇൻഫ്ലുവൻസ, വസൂരി, സാസ്, ചിക്കൻ പോക്സ്, ജലദോഷം, 5-ാം പനി, മുണ്ടിനീര്, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, വില്ലൻ ചുമ എന്നിവയെല്ലാം എന്തിലൂടെ പകരുന്നതാണ്? വായുവിലൂടെ പകരുന്ന രോഗമാണ്. നമുക്ക് ഇതെല്ലാം കാണുമ്പോഴേ അറിയാം അല്ലെ? ഇതെല്ലാം നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പകരുന്ന രോഗങ്ങളാണ്. അപ്പൊ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യമാണ്, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. ഓപ്ഷൻ എ വട്ടച്ചൊറി, ബി എയ്ഡ്സ്, സി ടൈഫോയിഡ്, ഡി 5-ാം പനി. ഇതിൽ ഏതാണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം? കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം വട്ടച്ചൊറി കുടിവെള്ളത്തിലൂടെയാണോ പകരുന്നത്? എയ്ഡ്സ് കുടിവെള്ളത്തിലൂടെയാണോ പകരുന്നത്? അതേപോലെ ചോദിച്ചിരിക്കുന്നതാണ് ടൈഫോയിഡും 5-ാം പനി. ഇതിൽ ഏതാണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം? നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? വട്ടച്ചൊറി അല്ല. എയ്ഡ്സ് എങ്ങനെയാണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ടൈഫോയിഡ് ആണോ? ടൈഫോയിഡ് ആണ് അല്ലെ? 5-ാം പനി നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? വായുവിലൂടെ പകരുന്ന രോഗത്തിനകത്ത് നമ്മൾ 5-ാം പനി പഠിച്ചിരുന്നു അല്ലെ? അപ്പം ടൈഫോയിഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏത്, അല്ലെങ്കിൽ ജലത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി ടൈഫോയിഡ് ആണ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ടൈഫോയിഡ് പകർത്തുന്നത് സാൽമണല്ല ടൈഫി ആണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? 103 മുതൽ 104 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയർന്ന പനി, വയറുവേദന, തലവേദന, വയറിളക്കം, ചുമ, വിശപ്പില്ലായ്മ എന്നിവയെല്ലാമാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ടൈഫോയിഡ് പഠിച്ചോണേ. ടൈഫോയിഡ് ഒരു ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോളറ, മഞ്ഞപ്പിത്തം, ഡിസെൻട്രി, ടൈഫോയിഡ്. എലിപ്പനി, വയറിളക്കം, പോളിയോ, വയറുകടി, മഞ്ഞപ്പിത്തം, ഹൈപ്പറ്റൈറ്റിസ്. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയാം അല്ലെ? ഇനി ജലത്തിലൂടെ പകരുന്ന രോഗം 2 രീതിയിൽ ഓർക്കാം. ഒന്ന് കോമഡി ടൈം എന്ന് നോക്കാം. കോമഡി ടൈമിനകത്ത് കോ ഉണ്ടല്ലോ. കോളറ, മഞ്ഞപ്പിത്തം, ഡി എന്താണ്? ഡിസെൻട്രി, ടൈഫോയിഡ്. ഇത് ഇത്രയും പഠിച്ചല്ലോ. അപ്പൊ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോമഡി ടൈം, കോളറ, മഞ്ഞപ്പിത്തം, ഡിസെൻട്രി, ടൈഫോയിഡ്. ഇനി അല്ല എങ്കിൽ ബാക്കിയുള്ളതും പഠിക്കണമല്ലോ. അതിനോർക്കാൻ എളുപ്പമാണ്. LDC പരീക്ഷ താജ് ഹോട്ടലിൽ ഓർക്കാലോ. LDC പരീക്ഷ താജ് ഹോട്ടലിൽ. അപ്പം എന്താണ് പറയുന്നത്? ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ? ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഓർത്തിരിക്കുക. എലിപ്പനി, ലെപ്റ്റോപൈറോസിസ്. അടുത്തത് ഡി ആണ്. ഡി എന്താണ്? ഡിസെൻട്രി ആണ്, അല്ലെങ്കിൽ വയറിളക്കം. അടുത്ത സി അറിയാം, ഏതാണ്? കോളറ. ഏതാണ്? കോളറയാണ്. അടുത്തത് പി ആണ് അല്ലെ? പരീക്ഷ. പി ഏതാണ്? പോളിയോ. ഏതാണ്? പോളിയോ. അടുത്തത് വരുന്നത് ഡി ആണ് അല്ലെ? ഏതാണ്? ടൈഫോയിഡ്. ഏതാ? ടൈഫോയിഡ്. അടുത്തത് എ എന്താണെന്ന് അറിയാം? അമീബിയാസിസ് എന്ന് വെച്ചാൽ വയറുകടി. അമീബിയാസിസ്. അടുത്തത് എന്താണ്? ജോണ്ടിസ്. അടുത്തത് പറയുന്നതാണ് ഹെപ്പറ്റൈറ്റിസ്. ജോണ്ടിസ് മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ്. ക്ലിയർ ആയോ? അപ്പൊ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ മറക്കരുത്. കോമഡി ടൈം എന്ന് ഓർത്തിരിക്കുക. LDC പരീക്ഷ താജ് ഹോട്ടലിൽ. ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെയാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങള്? കോളറ, മഞ്ഞപ്പിത്തം, ഡിസെൻട്രി, ടൈഫോയിഡ്, എലിപ്പനി, വയറിളക്കം, പോളിയോ, വയറുകടി, മഞ്ഞപ്പിത്തം, ഹൈപ്പറ്റൈറ്റിസ്. ക്ലിയർ ആയല്ലോ? അപ്പം ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ നിങ്ങൾ പഠിച്ചു.
അല്ലേ? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ക്ഷയരോഗം എന്തിലൂടെ പകരുന്നേ? വായുവിലൂടെ പകരുന്ന രോഗമാണ്. അഞ്ചാം പനിയോ? അഞ്ചാം പനി എങ്ങനെയാ? വായുവിലൂടെ പകരുന്ന രോഗമാണ്. അങ്ങനെയെങ്കിൽ വയറിളക്കവോ? ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. മഞ്ഞപ്പിത്തവോ? ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. ക്ലിയർ ആയി? അങ്ങനെയെങ്കിൽ നമുക്ക് എലിപ്പനി ഒന്ന് നോക്കാം. എന്താണ് എലിപ്പനി എന്ന് പറയുന്നത്? എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറേജിയ. ഓർത്തിരുന്നോണേ. എലിപ്പനി പരത്തുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് എലിച്ചെല്ലാണ്. എലിപ്പനി പരത്തുന്ന ജീവി എലിച്ചെല്ലാണ്. രക്തലോമികളിൽ തകരാറുണ്ടാവുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയയാണ് ഈ ലെപ്റ്റോസ്പൈറ ഇക്ട്രോഹെമറേജിയ എന്ന് പറയുന്നത്. ഓക്കെ, രക്തലോമികളിൽ തകരാറുണ്ടാവുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയ. ഇതിനകത്ത് കുറെ ബാക്ടീരിയയുടെ ഉദാഹരണം തന്നു കഴിഞ്ഞാൽ ഏതാണെന്ന് കണ്ടെത്താറിയണ്ടേ? ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ. ഇനി ഈ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിൽ ഉണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയെല്ലാം എലിപ്പനിയുടെ ഉദാഹരണമാണ്. 2022 ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചിരിക്കാം. മൃദുഞ്ജയം. മൃദുഞ്ജയം. മൃതസഞ്ജീവിനി നമ്മൾ പഠിച്ചായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുകയും ചെയ്തായിരുന്നു. ഏതാണ്? അവയവമാറ്റവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. കേരളത്തിലെ അവയവമാറ്റവുമായി ബന്ധപ്പെട്ട, മരണാനന്തര അവയവമാറ്റവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഇത് മൃത്യുഞ്ജയം എന്താണ്? 2022 ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ പോളിയോ വൈറസ് മൂലമുണ്ടാകുന്ന വൈകല്യവും ജീവൻ അപകടപ്പെടുത്തുന്നതുമായുള്ള ഒരു രോഗമാണ് ഏത്? പോളിയോ അല്ലെങ്കിൽ പോളിയോമൈലറ്റിസ് എന്ന് പറയുന്നത്. പോളിയോ നമുക്കറിയാലേ, പോളിയോ വൈകല്യമാണ് ഉണ്ടാക്കുന്നത്. പോളിയോ പക്ഷാഘാതത്തിന് വരെ കാരണമാകുന്ന ഒരു വൈറസ് രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും പോളിയോയാണ്. പോളിയോ മൂലം പക്ഷാഘാതം ഉണ്ടാകാം. ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ് കേട്ടോ. ആദ്യ പോളിയോ വിമുക്ത ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തനംതിട്ടയാണ്. വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? വയറുകടിയൊക്കെ ജലജന്യ രോഗമാണ്. വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? എൻഡമീബ ഹിസ്റ്റോളിക്ക. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എൻഡമീബ ഹിസ്റ്റോളിക്ക. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, തീവ്ര വ്യാപന ശേഷിയുള്ള ഹൈപ്പറ്റൈറ്റിസ് എ വൈറസിനാൽ ഉണ്ടാകുന്നു. ഓപ്ഷൻ ബി, വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ് അഞ്ചാം പനി, മീസിൽസ്. ഓപ്ഷൻ സി, കോളറ പടരുന്നതും മലിനജലവും ഭക്ഷണ പദാർത്ഥങ്ങളും വഴിയാണെന്ന് കണ്ടുപിടിച്ചത് ജോൺ സ്നോ ആണ്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇത് റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ തന്നെ ഉത്തരം നോക്കുക. ഏതാണ്? തീവ്ര വ്യാപന ശേഷിയുള്ള ഹൈപ്പറ്റൈറ്റിസ് എ വൈറസിൽ ഉണ്ടാകുന്നതാണോ? ആണ്. ഹെപ്പറ്റൈറ്റിസ് എ എന്താണ്? ഒരു വൈറസ് രോഗമാണ്. ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ് അഞ്ചാം പനി, മീസിൽസ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണോ? അതും ആണ്. അപ്പൊ ഓപ്ഷൻ ബിയും ശരിയാണ്. മൂന്നാമത്തത്, കോളറ പടരുന്നത് മലിനജലവും ഭക്ഷണ പദാർത്ഥങ്ങളും വഴിയാണെന്ന് കണ്ടുപിടിച്ചത് ജോൺ സ്നോയാണ്. ജോൺ സ്നോയാണോ കണ്ടുപിടിച്ചത്? ആണ്. അപ്പൊ മൂന്നാമത്തതും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. തീവ്ര വ്യാപന ശേഷിയുള്ള ഹൈപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. വൈറസ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു സാംക്രമിക രോഗമാണ് അഞ്ചാം പനി. കോളറ പടരുന്നത് മലിനജലവും ഭക്ഷണ പദാർത്ഥങ്ങളും വഴിയാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ജോൺ സ്നോ. മറന്നു പോവരുതേ, ജോൺ സ്നോ. ഈ പേര് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അങ്ങനെയെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് റാറ്റ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് മനുഷ്യരിൽ കണ്ടെത്തിയ രാജ്യം ഏതാണ്? ഹോങ്കോങ് ആണ് കേട്ടോ. ഹോങ്കോങ്. ഇവിടെ നമ്മൾ മറ്റൊന്ന് പറഞ്ഞായിരുന്നു. ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ട ആണെന്ന് പറഞ്ഞു. ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോകത്ത് ആദ്യമായി റാറ്റ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് മനുഷ്യരിൽ കണ്ടെത്തിയ രാജ്യം ഹോങ്കോങ് ആണ്. ഹോങ്കോങ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏത്?
ഓപ്ഷൻ എ ക്ഷയം, ഓപ്ഷൻ ബി ഡിഫ്തീരിയ, ഓപ്ഷൻ സി കുഷ്ഠം, ഓപ്ഷൻ ഡി ചിക്കൻ പോക്സ്. ഇതിൽ ഏതാണ് അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം? നമ്മൾ വായുവിലൂടെ പകരുന്ന രോഗം പഠിച്ചു. ഡിഫ്തീരിയ വായുവിലൂടെ പകരുന്നതാണ്. ക്ഷയം എന്താണ്? വായുവിലൂടെ പകരുന്നതാണ്. ചിക്കൻ പോക്സ് വായുവിലൂടെ പകരുന്നതാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ കുഷ്ഠം വായുവിലൂടെ പകരുന്നയാണോ? അല്ല. അപ്പം കുഷ്ഠമാണ് വായുവിലൂടെ പകരാത്ത രോഗം. ഇപ്പൊ ശരിയായിട്ടുള്ള അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏതാണ്? ഓപ്ഷൻ സി കുഷ്ഠമാണ്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുഷ്ഠമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ്. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള സാംക്രമിക രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും കുഷ്ഠമാണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം, ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങിയത് 1954 1955 കാലഘട്ടത്തിലാണ്. ഈ രോഗം ബാധിക്കുന്നത് എവിടെയാണ്? ചർമ്മം, കണ്ണുകൾ, മൂക്ക്, പെരിഫറൽ ഞരമ്പുകൾ എന്നിവയിലാണ് കുഷ്ഠരോഗം ബാധിക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നു. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ്. ഈ രോഗം ബാധിക്കുന്നത് ചർമ്മം, കണ്ണുകൾ, മൂക്ക്, പെരിഫറൽ ഞരമ്പുകൾ എന്നിവയിലാണ്. കുഷ്ഠരോഗം പഠിച്ചല്ലോ, ക്ഷയരോഗം പഠിച്ചു, ഹെപ്പറ്റൈറ്റിസ് പഠിച്ചു, കുഷ്ഠം പഠിച്ചു. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒരു പ്രസ്താവനാ ചോദ്യമാണ്, ന്യൂജൻ ക്വസ്റ്റ്യൻ ആണ്. ചുമ, തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരാത്ത രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള. ഓപ്ഷൻ ബി, ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. ഓപ്ഷൻ സി, മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിൽ ശ്ലേഷ്മ സ്തരത്തിൽ ബാധിക്കുന്ന രോഗം. ഓപ്ഷൻ ഡി, ഡിഫ്തീരിയ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആന്റിടോക്സിനുകൾ ആണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? നമുക്ക് ഈ ഓപ്ഷൻസ് വായിക്കുമ്പോഴേ അറിയാം. ഡിഫ്തീരിയ, ചുമ, തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരാത്ത രോഗമാണോ ഡിഫ്തീരിയ? അല്ല, നേരിട്ട് പകരുന്ന രോഗമാണ്. അപ്പൊ എ എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. എന്താണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള? ചുമ, തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണ് എന്ത്? ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള. അടുത്തത്, ഡിഫ്തീരിയക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. അപ്പൊ ഡിഫ്തീരിയയെ പറ്റി പഠിച്ചോളുക. ഡിഫ്തീരിയ എന്താണെന്ന് പറഞ്ഞു. ഡിഫ്തീരിയയുടെ രോഗകാരി ആരാണ്? ഡിഫ്തീരിയ കാരണം ആരാണ്? കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. നമ്മൾ പറഞ്ഞു ക്ഷയം എന്തായിരുന്നു? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗകാരി ആരാണ്? കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തിൽ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അത് ആന്റിടോക്സിനുകളാണ് എന്ന് ഓർത്തിരിക്കുക. ആന്റിടോക്സിനുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യത്തത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. പകരാത്ത അല്ല, പകരുന്ന രോഗമാണ് ഏത്? ഡിഫ്തീരിയ. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ബാക്ടീരിയ ആണ്. ഓപ്ഷൻ ബി, എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. ഓപ്ഷൻ സി, എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ഫംഗസുകളാണ്. ഓപ്ഷൻ ഡി, എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ആൽഗകളാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നമുക്കറിയാം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ഏതാണ്? ഓപ്ഷൻ ബി, വൈറസ് ആണ്. അപ്പൊ ഒരു വൈറസ് രോഗമാണ് എയ്ഡ്സ്. അപ്പം എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ആരാണ്? വൈറസ് ആണ് എന്ന് ഓർത്തിരിക്കുക. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗൊണോറിയ, എയ്ഡ്സ്, സിഫിലിസ്, ഇത് മൂന്നുമാണ്. ഓർക്കാൻ എളുപ്പവഴിയാണ് STD ഗ്യാസ് എന്ന് ഓർത്താൽ മതി. STD ഗ്യാസ്, ഇതിനകത്ത് എസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. STD എന്താണ്? ഗ്യാസ്, ഗൊണോറിയ, എയ്ഡ്സ്, സിഫിലിസ്.
മൂന്നെണ്ണം പേര് ഓർത്തിരിക്കാലോ. STD ഗ്യാസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഉദാഹരണം STD ഗ്യാസ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ XCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് എയ്ഡ്സിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണ് എയ്ഡ്സ്? ലോകത്തെ ഭീതിയിലാക്കിയ രോഗമാണ് എയ്ഡ്സ് അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ് ഏതാണ്? എയ്ഡ്സിന് കാരണമായ വൈറസ് HIV ആണ് അല്ലെ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പെരുകുന്നു. തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത് എന്ന് ഓർക്കുക. അല്ലെങ്കിൽ അതിനെ ആ എയ്ഡ്സ് എന്ന അവസ്ഥയെ മാരകമാക്കുന്നത്. എയ്ഡ്സ് ഓർത്തിരുന്നോണേ. അങ്ങനെയെങ്കിൽ എങ്ങനെയൊക്കെ എയ്ഡ്സ് പകരില്ല എന്നൊരു ചോദ്യമുണ്ട്. സ്പർശനം, ഹസ്തദാനം, ചുമ, തുമ്മൽ എന്നിവയിലൂടെ പകരില്ല. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ, ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക എന്നിവയിലൂടെ, ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ, ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ ഒന്നും എന്ത് ചെയ്തില്ല? എയ്ഡ്സ് എന്ന രോഗം പകരില്ല. എന്നാൽ എയ്ഡ്സ് പകരുന്ന എങ്ങനെയൊക്കെയാണ്? HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, HIV ബാധിതരായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് പകരാം. HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ പകരാം. HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ HIV എയ്ഡ്സ് പകരാം എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ വൈറസ് എന്താണെന്നാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ വരുമ്പോൾ നമ്മൾ വൈറസിനെ പറ്റിയും പ്രോട്ടോസോവ അങ്ങനെ ഫംഗസ് എല്ലാത്തിനെയും പറ്റിയും പഠിക്കും. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇപ്പൊ നമ്മൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനകത്താണ് എയ്ഡ്സ് പറഞ്ഞത്. എന്താണ്? വൈറസ് രോഗമാണ്. എന്താണ് അപ്പോൾ വൈറസ്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളിക്കുന്ന ലഘുഘടനയാണ് വൈറസിന്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല. എന്താണ് ഇതിനകത്ത്? ആതിഥേയ സംവിധാനം അല്ലെങ്കിൽ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും എല്ലാം ഇത് ബാധിക്കും അല്ലെ. ബാക്ടീരിയകളെ പോലുള്ള സൂക്ഷ്മ ജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത് ആരാണ്? എയ്ഡ്സിനെ പറ്റി എല്ലാം നമ്മൾ പഠിച്ചു. വൈറസ് രോഗമാണ്, HIV ആണ് എന്നെല്ലാം പഠിച്ചു. ഇനി എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത് ആരാണ്? അത് ലൂക്ക് മൊണ്ടാഗ്നിയർ ആണ് എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത്. ഈ ലൂക്ക് മൊണ്ടാഗ്നിയർ അതേപോലെ തന്നെ ഫ്രാൻകോയിസ് ബാരിനൌസി എന്നിവർക്ക് എയ്ഡ്സ് വൈറസിനുള്ള കണ്ടുപിടുത്തത്തിന് 2008 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 2022 ലൂക്ക് മൊണ്ടാഗ്നിയർ അന്തരിച്ചത്. ഓക്കെ, അടുത്തത് HIV എന്താണെന്നാണ്. HIV എന്താണെന്ന് നമ്മൾ മുമ്പേ ബോക്സിനകത്ത് പഠിച്ചു. ഒരു കോശമല്ല, ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമാണ്. ജീവനുള്ള കോശത്തിനുള്ളിൽ അത് ജീവിക്കാനാവും. കോശത്തിന് വെളിയിൽ അത് നിർജീവമാണ്. ആതിഥേയ കോശത്തിലെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ HIV വൈറസ് പെരുകുന്നത്. ആതിഥേയ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന് പുതിയ കോശങ്ങളിലേക്ക് ഇത് പ്രവേശിക്കുന്നു. HIV എന്നത് ഒരു റിട്രോ വൈറസ് ആണ്. മീൻസ് ഒരു RNA ഉള്ള വൈറസ് ആണ് HIV വൈറസ് എന്ന് ഓർത്തിരിക്കുക. RNA ആണ്. നമുക്കൊക്കെ DNA ആണ് അല്ലെ. HIV വൈറസ് എന്താണ്? RNA ഉള്ള വൈറസ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാണ് റെഡ് റിബൺ. ബി, എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്കയാണ്. ഓപ്ഷൻ സി, കേരളത്തിന് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ടയാണ്. ഓപ്ഷൻ ഡി, നാഷണൽ കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1992. ഈ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാ ചോദിച്ചേക്കുന്നത്? എയ്ഡ്സ് ബാധിതരുടെ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാണോ റെഡ് റിബൺ? ആണ്. അപ്പൊ ഓപ്ഷൻ എ ശരിയാണ്. എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായിട്ടാണ് റെഡ് റിബൺ ഉള്ളത്. എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്ക ആണ്. ഏത് വർഷമാണ്? 1981 ജൂൺ 5-നാണ്. 1981 ജൂൺ 5-നാണ് എയ്ഡ്സ് ആദ്യമായിട്ട് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണെന്ന് ചോദിച്ചുള്ളത് പത്തനംതിട്ടയാണ്. നാഷണൽ കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1992. അപ്പം താഴെ പറയുന്നവയിൽ എല്ലാം ശരിയായിട്ടുള്ള
പ്രസ്താവനയാണ്. ക്ലിയർ ആയല്ലോ? എയ്ഡ്സ് ആദ്യമായി ഇതാക്കിയത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? പത്തനംതിട്ട ജില്ലയിലാണെന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടി ഏത്? തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടി ART അല്ലെങ്കിൽ ആന്റി റിട്രോവൈറൽ ട്രീറ്റ്മെന്റ് ആണ്. റിട്രോവൈറൽ ട്രീറ്റ്മെന്റ് ആ പേരിനകത്ത് തന്നെ ഉണ്ട്, ഓർക്കാൻ എളുപ്പമാണ്. അടുത്തത്, എയ്ഡ്സിനു കാരണമായ വൈറസിന്റെ ശക്തി കുറച്ച് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചികിത്സ, അത് ആന്റി റിട്രോവൈറൽ ചികിത്സയാണ്. ദരിദ്ര രാജ്യങ്ങളിലെ എയ്ഡ്സ് ബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 3x5 ഇനിഷ്യേറ്റീവ് ആണ്. 3x5 ഇനിഷ്യേറ്റീവ്. എന്താ 3x5 ഇനിഷ്യേറ്റീവ്? ദരിദ്ര രാജ്യങ്ങളിലെ എയ്ഡ്സ് ബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതി 3x5 ഇനിഷ്യേറ്റീവ്. ഓർത്തിരുന്നോണേ. അങ്ങനെയെങ്കിൽ ലോക ദിനമായ അല്ലെങ്കിൽ ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് എന്താണ്? നവംബർ 1 അല്ലെ? ലോക എയ്ഡ്സ് ദിനം എന്നാണ്? നവംബർ 1 ഡിസംബർ 1. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷമാണ്? 1988 ആണ്. ക്ലിയർ ആട്ടോ? അപ്പൊ ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1 ആചരിക്കാൻ തുടങ്ങിയത് 1988. അപ്പൊ റീസെന്റ് ഇപ്പോൾ 2024 ഡിസംബർ 1 തീം എന്തായിരുന്നു? ലോക എയ്ഡ്സ് ദിനത്തിന്റെ തീം Take the right path, my health and my right. Take the right path, my health, my rights എന്നതാണ് 2024 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2024 ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അപ്പൊ 2023 പ്രമേയം എന്തായിരുന്നു? Let communities lead. Let communities lead. 2022 ഇക്വലൈസ് അല്ലെങ്കിൽ തുല്യമാക്കുക എന്നതായിരുന്നു. 2022 തുല്യമാക്കുക. 2021 എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അസമത്വങ്ങൾ അവസാനിപ്പിക്കുക, എയ്ഡ്സ് അവസാനിപ്പിക്കുക. അപ്പൊ ഈ തീം ഒന്ന് ഓർത്തിരുന്നോണം. 2024 ലോക എയ്ഡ്സ് ദിനമായ ഡിസംബർ 1 പ്രമേയം ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ്. 2023 ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. 2022 ഇക്വലൈസ് അല്ലെങ്കിൽ തുല്യമാക്കുക. 2021 അസമത്വങ്ങൾ അവസാനിപ്പിക്കുക, എയ്ഡ്സ് അവസാനിപ്പിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഹൈപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഒരു കരൾ സംബന്ധ രോഗമാണ്. ഓപ്ഷൻ ബി ബൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം. ഓപ്ഷൻ സി മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു. ഓപ്ഷൻ ഡി രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നു. ഹൈപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ് ഇതിനകത്ത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? ഒരു കരൾ സംബന്ധ രോഗമാണോ ഹൈപ്പറ്റൈറ്റിസ്? ആണ്, ഒരു കരൾ സംബന്ധ രോഗമാണ് ഹൈപ്പറ്റൈറ്റിസ്. ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം. ശരിയാണോ? അല്ല, ഫൈലേറിയൻ വിരകളല്ല ഹൈപ്പറ്റൈറ്റിസിന് കാരണം. ഫൈലേറിയൻ വിരകൾ എവിടാണ് വരുന്നത്? മന്തിലാണ്. മന്തിന്റെ രോഗകാരിയാണ് ഫൈലേറിയൻ വിരകൾ. അത് ഓർത്തിരുന്നോണേ. ഇനി ഹൈപ്പറ്റൈറ്റിസ് നമ്മൾ പറഞ്ഞു ജലത്തിലൂടെ പകരുന്നതാണ്, മലിനജലത്തിലൂടെ വ്യാപിക്കുന്നതാണ്. രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹൈപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം 3 ശരിയാണ്. തെറ്റായ പ്രസ്താവന ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം എന്നതാണ്. അപ്പൊ എന്താണ് ഹൈപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്? ഒരു കരൾ സംബന്ധ രോഗമാണ്, മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു, രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നു. ക്ലിയർ ആയല്ലോ? ഇനി ഈ രോഗം ബാധിക്കുന്നത് എവിടെയാണ്? കരളിലാണ്. ഫൈലേറിയൻ വിരകൾ കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മന്താണ്, നമ്മളിപ്പം പറഞ്ഞു. ഇനി നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്ലിയർ ആയിട്ട് ഹൈപ്പറ്റൈറ്റിസിനെ പറ്റി പറയുന്നുണ്ട്. ഹൈപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പ്രസ്താവന ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2023 ചോദിച്ച ചോദ്യമാണ്. 2023 2024 ഹൈപ്പറ്റൈറ്റിസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും. അപ്പോൾ ഓർത്തിരിക്കുക, ഈ സെയിം SCERT ടെക്സ്റ്റ് ബുക്കിലെ ആ ഓരോ സെന്റൻസ് വെച്ചാണ് ഇവർ ഈ പ്രസ്താവന തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഒരു കരൾ രോഗമാണ് ഹൈപ്പറ്റൈറ്റിസ് അല്ലെ? വൈറസുകൾ മൂലവും ഹൈപ്പറ്റൈറ്റിസ് ഉണ്ടാകാറുണ്ട്.
കരളിനുണ്ടാകുന്ന വീക്കമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണ വസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടുന്നു. നമ്മളിപ്പോ പറഞ്ഞു ഇത് ശ്ലേഷ്മ തരത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണ് രോഗത്തിന്റെ ബാഹ്യലക്ഷണം. അപ്പം അതിന്റെ ലക്ഷണം നമ്മൾ പഠിച്ചു. മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയാണ് ഈ രോഗം വ്യാപിക്കുന്നതെന്ന് പറഞ്ഞു. HIV പകരുന്ന അതേ സാഹചര്യത്തിലും ചിലയിനം ഹൈപ്പറ്റൈറ്റിസ് രോഗങ്ങൾ പകരാറുണ്ട്. അപ്പൊ ഓർത്തിരുന്നോണെ ഇത്രയും കാര്യങ്ങൾ. ഹൈപ്പറ്റൈറ്റിസ് ഓർത്തിരിക്കുക. ഇനി ഇതും നമ്മൾ പഠിച്ചതാണ് ഫൈലേറിയൻ വിരകള്. ഇത് ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2024 ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫൈലേറിയൻ വിരകൾ ഉണ്ടാക്കുന്ന രോഗം ഏതാണ്? മന്ദരോഗമാണ്. അതിൽ നിന്ന് വേറൊരു ചോദ്യവും വന്നിട്ടുണ്ട്. മന്ദരോഗം ഉണ്ടാക്കുന്നത് ഏതിലൂടെയാണ്, അല്ലെങ്കിൽ മന്ദരോഗം പകരുന്നത് ഏതിലൂടെയാണ്? അത് ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ്. അതും ഇതിന്റെ കൂടെ ഓർത്തിരിക്കുക. മന്ദരോഗം പകരുന്നത് ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ്. അങ്ങനെയെങ്കിൽ സിക്ക വൈറസ്, ഡെങ്കിപ്പനി എന്നിവയെല്ലാം പകരുന്നത് ഏതിലൂടെയാണ്? നമ്മളിവിടെ പറഞ്ഞു മന്ത് പകരുന്നത് ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ്. അങ്ങനെയെങ്കിൽ സിക്ക വൈറസ്, ഡെങ്കിപ്പനി എന്നിവയെല്ലാം പകരുന്നത് ഈഡിസ് കൊതുകുകളിലൂടെയാണ് കേട്ടോ. ഈഡിസ് കൊതുകുകളിലൂടെയാണ് സിക്ക വൈറസും ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ എന്നിവയെല്ലാം പകരുന്നത്. മലേറിയ പകരുന്നത് അപ്പോൾ ഏതിലൂടെയാ? മലേറിയ അനോഫിലസ് കൊതുകുകളിലൂടെയാണ് കേട്ടോ. അനോഫിലസ് കൊതുകുകളിലൂടെയാണ് മലേറിയ പകരുന്നത്. അനോഫിലസ് പെൺകൊതുകുകളിലൂടെയാണ് മലേറിയ പകരുന്നത്. മറന്നു പോവല്ലേ. എന്തൊക്കെ പഠിച്ചു? ക്യുലെക്സ് കൊതുകുകൾ പകരുന്നതാണ് ഏത്? മന്ദരോഗം. സിക്ക വൈറസ്, ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ എന്നിവയെല്ലാം പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. ഇനി ഇവിടെ നമ്മൾ മന്തിനെ പറ്റിയാ പറഞ്ഞല്ലേ. ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നു. ഇതുമൂലം ലിംഫ് വാഹകർ എന്ത് ചെയ്യുന്നു? അത് വീങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ മന്ത് ക്ലിയർ ആയല്ലോ. മന്ത് പരത്തുന്നത് എന്താണ്? മന്ദരോഗം ഉണ്ടാക്കുന്നത് ഫൈലേറിയൻ വിരകൾ ഉണ്ടാക്കുന്ന രോഗമാണ് മന്ത് എന്ന് പറയുന്നത്. പകർത്തുന്നത് ആരാണ്? ക്യൂലെക്സ് കൊതുകുകളാണിത് പകരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ പാരമ്പര്യ ജനിതക രോഗം ഏതെല്ലാം? ഓപ്ഷൻ എ ഹീമോഫീലിയ, ഓപ്ഷൻ ബി സിക്കിൾ സെൽ അനീമിയ, ഓപ്ഷൻ സി കളർ ബ്ലൈൻഡ്നസ്, ഓപ്ഷൻ ഡി പ്രമേഹം. പാരമ്പര്യ ജനിതക രോഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. പാരമ്പര്യ ജനിതക രോഗം ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നസ്, പ്രമേഹം. ഇതെല്ലാം എന്താണെന്ന് അറിയാമോ? പാരമ്പര്യ രോഗമാണ്. അപ്പം പ്രമേഹം കാണുമ്പോൾ അയ്യോ ഇത് പാരമ്പര്യ രോഗമാണോ എന്ന് ചിന്തിക്കരുത്. ഇതെല്ലാം എന്താണ്? പാരമ്പര്യ രോഗമാണ്. അപ്പൊ പാരമ്പര്യ രോഗങ്ങൾ ഏതെല്ലാമാണ്? പാരമ്പര്യ ജനിതക രോഗങ്ങൾ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നസ്, പ്രമേഹം. ഇത് ഓർക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. പാരമ്പര്യ ജനിതക രോഗങ്ങൾ അല്ലെ. പാരമ്പര്യ ജനിതക രോഗങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഓർക്കാൻ പറ്റുന്നത്? ഇങ്ങനെ ഓർത്താൽ മതി. ഹിമയ്ക്ക് സിക്കിമിലെ കള്ളനോട് പ്രേമം. ഓക്കെ ആണല്ലോ, ഓർക്കാൻ എളുപ്പമാണല്ലോ. ഹിമയ്ക്ക് സിക്കിമിലെ കള്ളനോട് പ്രേമം ഓർക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇവിടെ ഹിമ, അതിനകത്ത് ഹിമയ്ക്കകത്തുണ്ടല്ലോ ഹീമോഫീലിയ. അടുത്ത സിക്കിമിലെ സിക്കകത്തുണ്ടല്ലോ സിക്കിൾ സെൽ അനീമിയ. കള്ളനകത്തുണ്ടല്ലോ കളർ ബ്ലൈൻഡ്നസ്. അതിനകത്തുണ്ടല്ലോ പ്രമേഹം. പഠിച്ചേ. അപ്പം പാരമ്പര്യ ജനിതക രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഹിമയ്ക്ക് സിക്കിമിലെ കള്ളനോട് പ്രേമം, ഹീമോഫീലിയ. അടുത്തത് വരുന്നത് സിക്കിം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ. അടുത്ത കള്ളൻ, കള്ള എന്താണ്? കളർ ബ്ലൈൻഡ്നസ്. പ്രമേഹം. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ പാരമ്പര്യ ജനിതക രോഗങ്ങൾ പഠിച്ചില്ലയോ? അപ്പം മുകളിൽ പറഞ്ഞവയെല്ലാം, ഓപ്ഷൻ 4 മുകളിൽ പറഞ്ഞവയെല്ലാം പാരമ്പര്യ ജനിതക രോഗങ്ങളാണ്. ഇനി SCRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ജനിതക രോഗങ്ങളാണ് പറഞ്ഞേക്കുന്നത്. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയെല്ലാം എന്താണ്? ജനിതക രോഗമാണ്. ഇനി എന്താണ് ഹീമോഫീലിയ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹീമോഫീലിയ? രക്തം കട്ട പിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തിലാണ്. ഇത്തരം പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലാകുന്നതാണ് എന്ത്?
ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഒരു ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല. ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിനൊരു ശമനം കണ്ടെത്തുന്നത്, താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഹീമോഫീലിയ എന്താണെന്ന് മനസ്സിലായല്ലോ. രക്തം കട്ടപിടിക്കാനുള്ള ചില പ്രോട്ടീനുകൾ ഇല്ലാത്ത വരുന്ന അവസ്ഥയാണ് എന്ത്, ഈ ഹീമോഫീലിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയേ? അങ്ങനെയെങ്കിൽ അടുത്തതാണ് സിക്കിൾ സെൽ അനീമിയ. എന്താണ് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, വിറ്റാമിൻസ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു സിക്കിൾ സെൽ അനീമിയയുടെ കാര്യം. അപ്പൊ എന്താണ് സിക്കിൾ സെൽ രോഗം എന്ന് പറയുന്നത്? ജീനുകളുടെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിനുകളുടെ നിർമ്മാണ ഘടനയെ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താം. തൽഫലമായിട്ട് ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജന്റെ സംവഹന ശേഷി കുറയുകയും ചെയ്യും. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഇത് കണ്ടല്ലോ, അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹന ശേഷി കുറയുന്നു. അതേപോലെ തന്നെ അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. ഇതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയോളൂ. ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കിട്ടും, ഒന്ന് വായിച്ചു നോക്കിയോളാം കേട്ടോ. നമ്മളിവിടെ റിവിഷൻ ക്ലാസ് ആണ്, നമുക്ക് ഇവിടെ ഒരുപാട് ടൈമിൽ ഇത് വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ, അതാണ് ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ക്ലിയർ ആയിട്ട് ഇതിന്റെ പിക്ചർ ഉൾപ്പെടെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പഠിച്ചോളുക. ഓക്കെ ആണേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് ക്യാൻസർ. ക്യാൻസറും എന്താണ്? പാരമ്പര്യ ജനിതക രോഗമാണെന്ന് പറയുന്നു. അപ്പം അതും എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ തുടങ്ങിയവ ക്യാൻസറിന് കാരണമായേക്കാമെന്ന് ഓർക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ട് LGS ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ആ ചോദ്യം ഉൾപ്പെടെ ഉള്ളതെല്ലാം ക്യാൻസറിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതാണ് അനിയന്ത്രിതമായി കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. ഓപ്ഷൻ എ നിപ, ഓപ്ഷൻ ബി ജാപ്പനീസ് എൻഫലൈറ്റിസ്, ഓപ്ഷൻ സി മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടും, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം നിപ, നമുക്കറിയാം വവ്വാലിൽ നിന്ന് പകരുന്നതാണ്. അപ്പം നിപ രോഗം എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ്. ജാപ്പനീസ് എൻഫലൈറ്റിസോ, അതും എന്താണ്? മൃഗങ്ങളിൽ നിന്ന് പകരുന്ന രോഗമാണ്. അപ്പൊ ഓപ്ഷൻ സി മുകളിൽ കൊടുത്തിരിക്കുന്നവ രണ്ടും എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്. 2024 ചോദിച്ച ചോദ്യമാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? സൂണോട്ടിക് ഡിസീസ് എന്നാണ്. മൃഗങ്ങൾ പരത്തുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് സൂണോട്ടിക് ഡിസീസ്. സൂണോട്ടിക് ഡിസീസ്, മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേര് സൂണോട്ടിക് ഡിസീസ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കുരങ്ങുപനി അല്ലെങ്കിൽ ക്യാൻസർ ഓഫ് ഫോറസ്റ്റ് രോഗം, ജാപ്പനീസ് എൻഫലൈറ്റിസ്, അതേപോലെ തന്നെ നിപ, ഈ നിപ വൈറസ്, ഇതെല്ലാം എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ്. ആ രോഗത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? സൂണോട്ടിക് ഡിസീസ് എന്നാണ്. ആരാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പരത്തുന്നത്? ക്യുലെക്സ് പെൺകൊതുകുകളാണ്. നമ്മൾ ക്യുലെക്സ് പെൺകൊതുകുകൾ മറ്റൊന്ന് പഠിച്ചായിരുന്നു, മന്ദരോഗം പരത്തുന്നത് ക്യുലെക്സ് കൊതുകുകളാണ്. അതേപോലെ തന്നെ പഠിച്ചായിരുന്നു ഈഡിസ് കൊതുകുകൾ പരത്തുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സിക്ക വൈറസ് പരത്തുന്നുണ്ട്, അതേപോലെ തന്നെ ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ എന്നിവയെല്ലാം പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണെന്ന് പറഞ്ഞു. അനോഫിലസ് കൊതുകുകളാണ് മലേറിയ പരത്തുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പരത്തുന്നത് ആരാണ്? ക്യുലെക്സ് പെൺകൊതുകുകളാണ് എന്ന് ഓർത്തിരിക്കാം. അതേപോലെ തന്നെ എന്താണ് ജാപ്പനീസ് എൻഫലൈറ്റിസ് എന്ന് പറയുന്നത്? തലച്ചോറും സുഷുമ്നാ നാഡിയും ഉൾപ്പെടുന്ന കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളെ ബാധിക്കുന്ന ഒരു വൈറൽ അണുബാധയാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഇത് ബാധിക്കുന്ന വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലാവി വൈറസ് ആണ്. ഫ്ലാവി വൈറസ് വഴിയാണ് ഈ രോഗം പകരുന്നത്. രോഗകാരി ഫ്ലാവി വൈറസ് ആണ്. നിപ വൈറസിന്റെ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രാം ആണ്, ഒന്ന് നോക്കിക്കോളാം കേട്ടോ. നിപ വൈറസ് എല്ലാവർക്കും അറിയാലോ. എന്താണ് നിപ വൈറസ്? നിപ വൈറസ് ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നേഴ്സ് അല്ലെ, നമുക്കറിയാം ലിനി പുതുശ്ശേരി ആണ് അല്ലെ, ലിനി പുതുശ്ശേരി. നിപയ്ക്ക് സമാനമായി വവ്വാലുകൾ പരത്തുന്ന മറ്റൊരു രോഗം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരു വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ അത്
ഹെൻഡ്ര വൈറസ് ആണ്. അത് കണ്ടെത്തിയത് ഓസ്ട്രേലിയയിലാണ് 1994. നിപയ്ക്ക് സമാനമായി വവ്വാലുകൾ പരത്തുന്ന മറ്റൊരു രോഗം ഓർത്തിരിക്കുക, ഹെൻഡ്ര വൈറസ്. നിപ വൈറസ് ഓർത്തിരുന്നോളുമല്ലോ. അങ്ങനെയെങ്കിൽ 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏത്? 2022 കാര്യമാണ്. 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം 2023 ചോദിച്ചാണ്. 2024 ആയതേ ഉള്ളൂ, ഓർത്തിരുന്നോ? ഓപ്ഷൻ എ സാർസ്, ഓപ്ഷൻ ബി ഷിഗല്ല, ഓപ്ഷൻ സി മങ്കി പോക്സ്, ഓപ്ഷൻ ഡി എബോള. ഏതാണ്? ഓപ്ഷൻ സി മങ്കി പോക്സ് ആണ്. 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് മങ്കി പോക്സ് ആണെന്ന് ഓർത്തിരിക്കുക. എംപോക്സ് എന്ന പേര് മാറ്റാൻ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തീരുമാനിച്ച രോഗം ഏതാണ്? അത് മങ്കി പോക്സ് ആണ്. എംപോക്സ് എന്ന പേര് മാറ്റാൻ എംപോക്സ്, മങ്കി പോക്സ്, എംപോക്സ്. ഇത് ഏത് മൂലം പകരുന്ന രോഗമാണ്? മങ്കി പോക്സ് വൈറസ് മൂലം പകരുന്ന രോഗമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലം ജില്ലയാണ്. അപ്പൊ എയ്ഡ്സ് നിർണയിച്ച ജില്ല അല്ലെങ്കിൽ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതായിരുന്നു? പത്തനംതിട്ട ജില്ലയാണ്. WHO അംഗീകരിച്ച വാക്സിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ MVA-BN, LC-16, ഓർഫോസ്വാക്സിൻ എന്നിവയെല്ലാമാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. ഓക്കെ, 2022 ജൂലൈയില് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം മങ്കി പോക്സ്. ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കുന്ന 6ാമത്തെ ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് മങ്കി പോക്സ് എന്ന് പറയുന്നത്. 2023 മെയ്യിലാണ് ലോകാരോഗ്യ സംഘടന ഈ ഒരു അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. അപ്പൊ കറണ്ട് അഫേഴ്സിൽ വരും, ഓർത്തിരുന്നോ? 2023 മെയ്യില് ലോകാരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ പിൻവലിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ് ആണ്. മങ്കി പോക്സ് ഒരു വൈറസ് രോഗമാണ്. മങ്കി പോക്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? അത് കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തത് കൊല്ലം ജില്ലയിലാണ്. ഇമ്പോർട്ടന്റ് ആ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയില് എബോള റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് 2017 ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഓക്കെ ആണല്ലോ. 2022 ജൂലൈയിലെ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം മങ്കി പോക്സ് ആണ്. ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കുന്ന 6ാമത്തെ ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് മങ്കി പോക്സ്. 2023 മെയ്യില് ലോകാരോഗ്യ സംഘടന ഈ ഒരു അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ക്ലിയർ ആയി എങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടോട്ട് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേറെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. നോക്കി, നമ്മൾ പറഞ്ഞു പോളിയോ വിമുക്ത ജില്ല. പോളിയോ വിമുക്ത ജില്ല പറഞ്ഞു. എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ജില്ല. ഇത് രണ്ടും നമ്മൾ പഠിച്ചു. എവിടെയായിരുന്നു? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലാണ് പോളിയോ വിമുക്ത ജില്ല. ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ്. അതേപോലെ തന്നെ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ജില്ലയും പത്തനംതിട്ടയാണ്. മങ്കി പോക്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ജില്ല നമ്മൾ പറഞ്ഞു ഏത്? കൊല്ലമാണ് അല്ലെ? അപ്പൊ എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത കേരളത്തിൽ എവിടെയാണ്? പത്തനംതിട്ടയാണ്. ലോകത്തിൽ എവിടെയാണെന്ന് പറഞ്ഞു? അമേരിക്കയിലാണ്. ലോകത്തിൽ എവിടെയാണ്? അമേരിക്കയിലാണ്. ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്? തമിഴ്നാട്ടിലാണ്. അപ്പൊ എയ്ഡ്സിന്റെ കാര്യം പഠിച്ചല്ലോ. എയ്ഡ്സ് ആദ്യമായിട്ട് കേരളത്തിൽ എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? പത്തനംതിട്ടയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അല്ലാതെ ലോകത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ഇനി നമുക്കറിയാം കൊറോണ വൈറസ് അല്ലെ? കൊറോണ വൈറസ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എല്ലാ പരീക്ഷകളിലും കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പം കൊറോണ വൈറസ് കേരളത്തിൽ ആദ്യം എവിടെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ ആണ് കേട്ടോ. തൃശ്ശൂരിലാണ് കൊറോണ വൈറസ് കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? ഇന്ത്യയിൽ അത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്.
ഇനി അതല്ല ലോകം ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെയാണ് നമുക്കറിയാം അല്ലെ, ചൈനയിൽ നിന്നാണ് കൊറോണ വന്നേ നമ്മൾ പഠിച്ചു. അപ്പം കൊറോണ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലെ തൃശ്ശൂരിലാണ് ആദ്യമായിട്ട് കൊറോണ സ്ഥിരീകരിച്ചത്, റിപ്പോർട്ട് ചെയ്തത്. ലോകത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൈനയിലാണ്. പിന്നെ ഒരെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഒമിക്രോൺ അല്ലെ, കൊറോണ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഒമിക്രോൺ എവിടെയാണെന്ന് അറിയാമോ? കേരളത്തിലെ എറണാകുളത്താണ്. കേരളത്തിലെ എറണാകുളത്താണ് ഒമിക്രോൺ, എറണാകുളം ജില്ലയിലാണ് ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇനി ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കർണാടകത്തിലാണ്. ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കർണാടകത്തിലാണ്. ഇനി ലോകത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലാണ് ലോകത്ത് ആദ്യമായിട്ട് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. അപ്പൊ എറണാകുളം, കർണാടക, ദക്ഷിണാഫ്രിക്ക ഓർത്തിരിക്കാലോ. ഇനി നിപയും നമ്മൾ പഠിച്ചു അല്ലെ. നിപ എന്താണ്, അതിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ നിപ വൈറസ് കേരളത്തിൽ എവിടെയാണ് ആദ്യമായിട്ട്? എല്ലാവർക്കും അറിയാം ആദ്യമായിട്ട് എവിടെയാണ്. നമ്മൾ അന്ന് പത്രവാർത്ത എല്ലാം വായിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച കാലഘട്ടമാണ് അല്ലെ. എവിടെയായിരുന്നു? കോഴിക്കോടാണ്. നിപ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ്. എന്നാൽ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? പശ്ചിമ ബംഗാളിലാണ്. അതല്ല, ലോകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം ചോദിക്കാൻ കേരളം ഒന്ന് ഓർത്തിരിക്കുക, ലോകം ചോദിച്ചു കഴിഞ്ഞാൽ അത് മലേഷ്യയിലും സിംഗപ്പൂരിലുമാണെന്ന് ഓർത്തിരിക്കാം. ഇനി സിക്ക വൈറസ് നമ്മൾ പഠിച്ചു. സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണെന്നൊക്കെ പറഞ്ഞു. സിക്ക വൈറസ് എവിടെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരം പാറശാലയിലാണ് സിക്ക വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ എവിടെയാണ്? ഗുജറാത്തിലാണ് എന്ന് ഓർത്തിരിക്കുക. ചിക്കൻ ഗുനിയ എവിടെയാണെന്ന് ചോദിച്ചാൽ ചിക്കൻ ഗുനിയയും കോഴിക്കോടാണ് കേട്ടോ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ചിക്കൻ ഗുനിയയും ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോളൂല്ലോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോണേ, ഇമ്പോർട്ടന്റ് ആണേ. അപ്പൊ നമ്മൾ ഒരുപാട് കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തുള്ളൂ. ഇതിന്റെ മറ്റൊരു പാർട്ട് വരും, കുറച്ച് കൂടുതൽ 2022, 2023, 2024 ക്വസ്റ്റ്യൻ പാക്കേജ് നമ്മൾ പറഞ്ഞത്. ഈ ഇത്രയും നാളും ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ്, ഈ റിലേറ്റഡ് ഫാക്ട്സിനകത്തുള്ള കണ്ടന്റ് എല്ലാം നേരത്തെ ചോദിച്ചാണ്, നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇതിന്റെ PDF നോട്ട്സ് നമ്മുടെ ടെലഗ്രാം കൂട്ടായ്മയിലുണ്ട്, PSC ഇൻഫ്ലുവൻസിന്റെ ടെലഗ്രാം ചാനലിലുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് കമന്റ്സ് ഇട്ട് ചോദിച്ചു എങ്ങനെയാണ് പോൾ വർക്ക്ഔട്ട് എക്സാം നടത്തുന്നതെന്ന്. നമ്മൾ പരീക്ഷ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോട്ട് ഇടും. നിങ്ങൾ പരീക്ഷയും നോട്ടും പഠിക്കാനുള്ള ടൈം ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സും നോട്ടും പഠിക്കാനുള്ള ടൈം ഉണ്ട്, ക്ലാസ് കണ്ട് നോട്ട് പഠിക്കാനുള്ള ടൈം ഉണ്ട്. അത് കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പോൾ എക്സാം വർക്കൗട്ട് പോളായിട്ട് തന്നെ ഇതിനകത്തിടും. ടെലഗ്രാമിൽ കാണും. ഓരോ വീഡിയോ ക്ലാസ്സിന്റെയും അടിയിൽ PDF നോട്ട്സ് കാണും. അതിന്റെ തൊട്ട് താഴെ തന്നെയാണ് പരീക്ഷയും ഇടുന്നത്. ഓക്കെ, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. എല്ലാവരും അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.